ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പെൺകുട്ടികളോടാണ്. കല്യാണപ്രായമായ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസ് കൊണ്ടുവരുന്ന ആലോചനകൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു ബന്ധമാണ് എങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ തുറന്ന് പറയുക, മറ്റൊരു ബന്ധത്തിന് പോവുക. അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് ആ ബന്ധം അത്ര തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അല്ലാതെ ഭർത്താവിൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ നാടകം അഭിനയിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ട് അതിൽ സുഖം കണ്ടെത്തുകയല്ല ഭാര്യമാർ ചെയ്യേണ്ടത്. ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അതായത് ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഈ ഭാര്യ ചെയ്യുന്ന പരിപാടി കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. ഇങ്ങനെയാണ് ഈ വിശ്വാസ വഞ്ചനയൊക്കെ കാണിക്കാൻ സാധിക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. അപ്പോൾ ഭർത്താവിനൊരു സംശയം തോന്നി. എന്തായാലും അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ മൊബൈൽ ക്യാമറയോ അങ്ങനെ വെച്ചതാണ്. അതിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. നോക്കുക. എനിവേ, ഈ കാണുന്ന ആളാണ് ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ്. കല്യാണം കഴിഞ്ഞിട്ട് 1 ഇയർ ആയിട്ടേ ഉള്ളൂ. എന്തായാലും ആ പയ്യൻ്റെ അച്ഛനോടും അമ്മയോടും വഴക്കുണ്ടാക്കി, വീട്ടിൽ പ്രശ്നമായി. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഒറ്റക്ക് രണ്ടുപേർക്കും കൂടെ ഒരു വീടെടുത്ത് താമസിക്കാം എന്ന ചിന്തയിൽ അവരൊരു വീട് നോക്കി, വീട് സെറ്റാക്കി പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 3-4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഭർത്താവ് രാവിലെ അത്രയും സ്നേഹത്തോടു കൂടിയിട്ട് ആ ഹഗ് ചെയ്യലും ആ ഒരു ഇതൊക്കെ കണ്ട നമുക്കറിയാം. അത്രയും സ്നേഹത്തോടു കൂടിയിട്ടാണ് ഭാര്യയെ ഭർത്താവ് കാണുന്നത്. അദ്ദേഹം ജോലിക്ക് പോയി പറഞ്ഞയച്ചു. ശേഷം ഈ പെൺകുട്ടി ചെയ്യുന്ന പരിപാടിയാണ്, അതായത് അവിഹിതം, അല്ലാതെ ഇപ്പം ഒന്നും പറയാനില്ല. കല്യാണത്തിന് ശേഷം മറ്റൊരു പയ്യനുമായിട്ട് ഒരു റിലേഷൻഷിപ്പാണ്. എന്തായാലും ഇന്നത്തോടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. കാരണം കയ്യോടെ പിടിച്ചു ഇന്ന്. എനിവേ, ആളെത്തി. എനിക്കൊന്ന് അടുത്ത് തന്നെ താമസിക്കുന്ന ആളെന്ന് തോന്നുന്നു, അല്ലാതെ ഇത്രയും പെട്ടെന്നൊന്നും എത്താൻ സാധിക്കില്ല. ഇനി അതല്ല, നേരത്തെ എത്തിയിട്ട് ഭർത്താവ് പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ഒന്നും വ്യക്തമല്ല. എന്തായാലും വരുന്ന സമയത്ത് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി അവിടെ ഓൾറെഡി ഉള്ള കുപ്പിയാണോ എന്നറിയില്ല. ചില്ലായിട്ട് രണ്ടുപേരും കൂടെ ഡ്രിങ്ക് ചെയ്ത് സംസാരിച്ച് വളരെ വികാരഭരിതരായിട്ട് ബെഡ്റൂമിൽ ഇരുന്നിട്ട് സ്നേഹം പങ്കുവെക്കുന്ന ഒരു ദൃശ്യം. എന്താ ചെയ്യലേ? ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണ്. ചില ആളുകൾക്കൊക്കെ ഇത് എന്തോ ഒരു വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. ഇതില്ലാത്ത ആളുകളുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ഇതില്ലാത്ത ആളുകളുമുണ്ട്. ഇതൊക്കെ എത്രത്തോളം വലിയ തെറ്റാണ് എന്നുള്ളത് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് അവരിങ്ങനെ റൊമാൻറ്റിക് മൂഡിലായി ലാസ്റ്റ് ആ ഒരു മദ്യലഹരിയിൽ ബോധം പോയി, അബോധാവസ്ഥയിലായി, സ്ഥിരതയില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ രണ്ടുപേരും അവിടെ ബോധരഹിതരായിട്ട് അവിടെ കിടന്നു. പക്ഷെ സമയം പോയത് അറിഞ്ഞിട്ടില്ല. ഭർത്താവ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന സമയത്ത് കണ്ട കാഴ്ചയാണ്. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു മണ്ടത്തരമാണ്. ഇത്രയും പ്ലാനോട് കൂടി ചെയ്യുന്ന ഒരു പരിപാടി. ഭർത്താവ് വരും എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവ് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. എന്തായാലും ഒരുപാട് സമയം അവരവിടെ മയങ്ങിപ്പോയി. അങ്ങനെയാണ് ഇത് കൈയോടെ പിടിക്കുന്നത്. പിന്നെ എന്തായാലും പിടിക്കും, കാരണം മൊബൈൽ ഫോണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇമാതിരി പരിപാടികൾക്ക് പോവാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം.